ഹലോ, ഗുഡ് മോർണിംഗ്. ഇന്ന് എല്ലാവർക്കും നല്ല നടക്കണേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ ടിപ്സ് നമുക്ക് സെൽഫ് കോൺഫിഡൻസ് ആണ്. ഈ സെൽഫ് കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ നമുക്ക് ഒരു കാര്യത്തിലും മുന്നോട്ട് പോകാൻ പറ്റില്ല കേട്ടോ. നമുക്ക് ആത്മധൈര്യം എന്ന് പറയുന്നത് വെരി വെരി നമ്മുടെ പാർട്ട് ഓഫ് ലൈഫിൽ വെരി ഇമ്പോർട്ടൻസ് ആണ് കേട്ടോ. അത് ഞാൻ ഇന്നലെ മനസ്സിലാക്കിയത് എന്താ അറിയോ, ഇന്നലെ എനിക്ക് ഡ്രോപ്പ് ആയിരുന്നു മൂന്നാറ്. അപ്പൊ ഞാൻ ഇന്നലെ ഫോറസ്റ്റുകാരടുത്ത് ചോദിച്ചു, സാർ റിട്ടേൺ വരുമ്പോൾ പ്രോബ്ലം ഉണ്ടാവുമോ? പ്രോബ്ലം ഒന്നും ഉണ്ടാവില്ല, ആനകൾ കുറച്ചുണ്ടാവും, നിങ്ങൾ സൂക്ഷിച്ച് വന്നാൽ മതി. സൂക്ഷിച്ച് വന്നാൽ മതി പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര പേടിയായിട്ടോ. ആ ദൈവമേ, ഇനി ആനകളെ എന്തെങ്കിലും നമുക്ക് നമ്മുടെ മരണം എന്ന് പറയുന്നത് എല്ലാവർക്കും 2 മിനിറ്റ് കഴിഞ്ഞാൽ മരിക്കാൻ പോകണമെന്ന് പറഞ്ഞ് നമ്മൾ അത് ആലോചിച്ച് അത് അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മുടെ ജീവിതവും ഉണ്ടാകില്ല. അപ്പൊ നമുക്ക് മരണം എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും പേടിയാണ്, അപകടം എന്ന് പറയുന്നത് എല്ലാവർക്കും പേടിയാണ്. പക്ഷെ സൂക്ഷിക്കേണ്ടതെന്ന് പറയുന്നത് വലിയ ഇമ്പോർട്ടൻസ് ആണ്. അത് നമ്മൾ പറയും, നമ്മുടെ വീട്ടുകാരും പറയും, നമ്മൾ ലോകത്ത് എല്ലാവരും പറയും, സൂക്ഷിച്ച് പോവുക, സൂക്ഷിച്ച് വരിക, നോക്കി എല്ലാ കാര്യം ശ്രദ്ധിച്ച് ചെയ്യുക. അപ്പൊ ഈ സെൽഫ് കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ മാത്രം നമുക്ക് നമ്മുടെ ജീവിതത്തിൽ മുന്നോട്ട് പോകാൻ പറ്റും കേട്ടോ. മറ്റുള്ളവർ പറയും, നോക്കി നിങ്ങൾ പോകും, ഞങ്ങളൊക്കെ ഉണ്ട്, കൂടെ ഉണ്ട് പറയും. പക്ഷെ അതൊന്നും അല്ല, നമ്മുടെ ധൈര്യമാണ് നമ്മുടെ ജീവിതത്തിൽ മുന്നോട്ട് വരേണ്ടത്. പക്ഷെ ഈ ധൈര്യം ഇല്ലെങ്കിൽ നമ്മൾ അവിടെ സ്റ്റോപ്പ് ചെയ്തിട്ട് നമുക്ക് ഒരു കംഫർട്ടബിൾ ആയിട്ടുള്ള സമയത്ത് ഇവിടെ ആനയുണ്ടോ എന്നൊരു ഡൗട്ട് ഉണ്ട്, എന്ത് പറ്റിയെന്ന് ഞാൻ ചോദിക്കട്ടെ. എന്താണ്, ഇല്ല, ഇത് എന്തോ ഒരു KSRTC എന്തോ പ്രോബ്ലം പറ്റിയിട്ടുണ്ട്, അതാണ് ഇവിടെ നിൽക്കുന്നത്. സാധാരണ ഇങ്ങനെ വണ്ടികൾ നിൽക്കുമ്പോൾ നമുക്ക് ആന ക്രോസ് ചെയ്യുമ്പോഴാണ് ഇവിടെ നിൽക്കുക. അപ്പോൾ ഞാൻ പറയാൻ വന്നത്, നമുക്ക് ധൈര്യം ഉണ്ടെങ്കിൽ മാത്രം മുന്നോട്ട് പോവാം കേട്ടോ. അയ്യോ, ഇവിടെ എന്തോ ഒരു ആക്സിഡന്റ് ഉണ്ടായിട്ടുണ്ട് കേട്ടോ. ഓ മൈ ഗോഡ്, എന്താണ് ഇവിടെ സംഭവിച്ചത്? ഞാൻ ഒന്ന് ഇറങ്ങി നോക്കട്ടെ. ഓ മൈ ഗോഡ്, ഇതാണ് നമ്മുടെ ലൈഫിൽ നമുക്ക് എല്ലാം എന്തൊക്കെയാണോ എന്ന് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് ലൈഫ് എല്ലാം ക്ലിയർ ആകണമെന്നില്ല. ഇതെപ്പോൾ സംഭവിച്ച പോലെ ഇതെന്താണ് നമ്മൾ നോക്കട്ടെ. ഒരു മിനിറ്റ് കേട്ടോ. ദൈവമേ, എന്തൊക്കെയോ നടക്കുന്നു. ഓ, ഇവിടെ ഒരു ആക്സിഡന്റ് ഉണ്ടായിട്ടുണ്ട് മോർണിംഗ്. ആക്ച്വലി എന്താ പ്രോബ്ലംസ് എന്ന് വെച്ചാൽ, ഇത്രയും വണ്ടികൾ ബ്ലോക്കാണ് കേട്ടോ. ഇതാണ് ബ്രേക്ക് ഡൗൺ എന്തോ ആയിട്ടുണ്ട്, വണ്ടിക്ക് എന്തോ ഒരു സംഭവം പറ്റിയിട്ടുണ്ട്. ഇനിയിപ്പം നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുമോ ഇത്രയും അറിയില്ല. ഇത്രയും ലോറികളാണ് ഇവിടെ നിൽക്കുന്നത് കേട്ടോ. അയ്യോ ദൈവമേ, ഇന്നത്തെ ഇതാണ് നമ്മളൊന്ന് കണക്കൂട്ടുമ്പോൾ ദൈവം ഒന്ന് കണക്കൂട്ടുക എന്ന് പറയുന്നത്. ഇന്ന് എനിക്ക് കുറേ ടൈറ്റ് ഷെഡ്യൂളായിരുന്നു, ഇന്ന് മോർണിംഗ് ടു ഈവനിങ് റൊട്ടീൻ. നോക്കാം എന്നാച്ച്. അതെ, പ്രോബ്ലമാ? എന്നാച്ചാ എന്താ വണ്ടിക്ക്? ഓ, ഇന്ന് വണ്ടി ഇവിടെ ബ്ലോക്ക് ആയിട്ടുണ്ട്, വണ്ടി തിരിയുന്നില്ല എന്നാണ് പറയുന്നത്. ഇത്രയും പിള്ളേർ ഇറങ്ങുന്നത്, വണ്ടിക്ക് പ്രോബ്ലംസ് ഒന്നുമില്ല, പക്ഷെ വണ്ടി ഇത് ജാമായിരിക്കുകയാണ്. ഓക്കെ, ഓൾമോസ്റ്റ് ഇവിടെ ജാമായി ടയർ എന്തോ പ്രോബ്ലം ആയിട്ടുണ്ട്. ഇത്രയും കുട്ടികൾ. ഓക്കെ, അയ്യോ, നല്ല ബ്ലോക്കായത്, നല്ല പണി കിട്ടിയല്ലോ. ഇന്നത്തെ ദിവസം ഇതിപ്പോ എന്താ ചെയ്യാതെ, വീലെന്താ ജാമായതാ തോന്നുന്നു അല്ലേ? ഇനിയിപ്പോ എന്താ ചെയ്യും? നമ്മളെങ്ങനെ റൈറ്റ് എടുത്തിട്ട് പോകാൻ പറ്റുമോ? പണി കിട്ടിട്ടോ.